വെൽക്കം ടു മെഷീനറി വേൾഡ്. ഈ മെഷീൻ പിന്നെ ഒരു പുതിയ മെഷീനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഇതിനെക്കുറിച്ച് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് സാറിന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും? ഇത് വന്നിട്ട് വലിയ മെഷീനാണ്. ഈ മെഷീൻ വലിയ മെഷീൻ. ഓക്കെ. ഈ മിക്സർ മെഷീന് എപ്പോഴും ചെറിയ മെഷീൻ തന്നെ എല്ലാവരും ചെയ്യുന്നുണ്ട്. ഓക്കെ. ഈ മെഷീൻ കുറച്ച് വലിയ മെഷീൻ. ദിസ് ഇസ് എ വെരി ബിഗ് മെഷീൻ. ബിഗ് മെഷീൻ. ഓക്കെ. ബിഗ് മെഷീൻ എന്ന് പറഞ്ഞാൽ ചെറിയ മെഷീനിൽ 5 കിലോ മാവ് ഇട്ട് കഴിഞ്ഞാൽ ഇടാം. ഇതിൽ ഒരു 12 കിലോ മാവ് ഇടാം. ഓക്കെ. ഇതിൽ 12 കിലോ മാവ് ഇട്ട് കഴിഞ്ഞാൽ ഇതിൽ ഒരു സ്പെഷ്യൽ പർപ്പസ് ഉണ്ട് കേട്ടോ. ഓക്കെ. മുകളിലും പൊക്കാം. ഓക്കെ. മുകളിലും പൊക്കാം. ഹൈറ്റ് ഉയർത്താൻ പറ്റും. ഹൈറ്റ് പൊക്കിയിട്ട് ഓയിൽ തുള്ളി ഇറക്കാം. ഓയിൽ തുള്ളി ഇറക്കിയിട്ട് അടിക്കാം. ഓക്കെ. ഓയിൽ തുള്ളി ഇറക്കിയിട്ട് അടിക്കാം. പിന്നെ അടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഈ മെഷീനിൽ ഒരു 10 വെറൈറ്റി ഐറ്റം ഇടാം. 10 ഐറ്റംസ്. ഓക്കെ. വന്നിട്ട് ബോംബെ മിക്സർ, ബോംബെ മിക്സർ, പിന്നെ സാധാ മിക്സർ, സാധാ മിക്സർ. ഓക്കെ. പിന്നെ കാരച്ച്, ഉപ്പിൻ പക്കോട, ഓക്കെ, ഉള്ളുമുറുക്ക്, സ്റ്റാർ മുറുക്ക്, ഓക്കെ. ഇതിനെ പോലെ ഒരുപാട് ഐറ്റങ്ങൾ ഇതിലിടാം. ഈ മെഷീന് മിക്സർ മെഷീനാണ്. ഓക്കെ. അപ്പോൾ അതിൻ്റെ ഒരു വേറെ വെർഷൻ തന്നെയാണ് ഈ മെഷീൻ. അത് വലുത്, ഇത് ചെറുത്. ഇത് സ്റ്റാൻഡേർഡായിട്ട് പോണ മെഷീനാണ്. ഇത് 5 കിലോ മാവ് ഒട്ട സമയത്ത്. ഓക്കെ. 5 കിലോ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഏത് ചില്ല് ഇത് മാറ്റിനോ അതിനനുസരിച്ച് നമുക്ക് ഔട്ട്പുട്ട് വരും. അതായത് മിക്സർ, മിക്സർ ഏത് ഷേപ്പിലുള്ള, ഡിസൈൻ വേണമെങ്കിൽ ഇടാം. ഏത് ഡിസൈനിലുള്ള ഡൈ ഇട്ട് കഴിഞ്ഞാലും നമുക്ക് അതേ ഡിസൈനിൽ മിക്സർ അടിച്ചെടുക്കാം. ഡയറക്റ്റ് ഓയിലെടുക്കാം. ഓക്കെ. അപ്പോൾ എത്ര ടൈപ്പ് ഇതുപോലെ ഡൈസ് ഉണ്ട്? നമ്മുടെ ഇതനുസരിച്ച് ഡൈ ഡിസൈൻ ചെയ്ത് മാക്സിമമായിട്ട് കേരളത്തിൽ തമിഴ്നാട്ടിലൊക്കെ പോകുന്നതോടെ ഇതിലൊരു 5 ഐറ്റം ഇടും മാക്സിമം. ഈ നമ്മൾ ഈ മെഷീൻ്റെ കൂടെ എത്ര ഡൈ കൊടുക്കും? 5 ഡൈ. സ്റ്റാൻഡേർഡ് ഡൈ 5 കൊടുക്കാം. അതായത് മെയിനായിട്ട് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന 5 ഡൈ. 5 ഡൈ കൊടുക്കാം. അതായത് മെഷീനോട് ഫ്രീ ആയിട്ട് കൊടുക്കും. മെഷീനോടെ ഫ്രീ ആയിട്ട്. പിന്നെ അഡീഷണൽ ഡിസൈൻ വേണമെന്നുണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കും. ചെയ്ത് കൊടുക്കും. അത് ചെയ്തു. അതായത് ഇപ്പം കസ്റ്റമർക്ക് ഈ എക്സ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ചിലപ്പം ആ രാജ്യത്തിൻ്റെ പ്രത്യേക ടേസ്റ്റ് ലൈക്ക് അനുസരിച്ചിട്ട് അവിടെ പോകുന്ന ഡിസൈൻ ഉണ്ടെങ്കിൽ അവർ ചിലപ്പോൾ ആവശ്യപ്പെടും, കസ്റ്റമർ ആവശ്യപ്പെടും, ഇമ്പോർട്ട് ചെയ്യുന്ന കസ്റ്റമർ ആവശ്യപ്പെടും ഈ ഡിസൈൻ ചെയ്തു. നമുക്ക് ഇനി അടുത്ത മെഷീനിലേക്ക് ഈ മെഷീനിലാണ് ഈ മെഷീൻ ഇതല്ലോ. മറ്റേ ഈ ലെങ്തായിട്ട് വരുന്ന സിപ്സ് കണ്ടിട്ട് റൗണ്ട് സിപ്സ് ഉണ്ട്, ബനാന സിപ്സ്, ലെങ്ത് സിപ്സ് ഉണ്ട്. അതിന് വേണ്ടി സ്പെഷ്യൽ മെഷീനാണ്. ലെങ്തായിട്ട് വരും. എടുത്ത് നോക്കി കായിട്ടിട്ട് അമിട്ട് കഴിഞ്ഞാൽ പടപടാന്ന് വന്ന് ഓയിലിൽ തന്നെ വിടും. ഇവിടുന്ന് അത് നേരെ തന്നെ ഓയിലിൽ തന്നെ ഇടും. പിന്നെ വാഴക്ക ബജ്ജി അടിക്കാം. ബജി അപ്പോൾ ചിപ്സ് ഏത് അടിക്കാമല്ലോ, ഏത് വേണമെങ്കിൽ അടിക്കാം. പൊട്ടറ്റോ പിന്നെ അങ്ങനെയുള്ള ലെങ്തായിട്ട് വരുന്ന സാധനം ഏത് വേണമെങ്കിലും അടിക്കാം. അതായത് വെജിറ്റബിൾസ് നമുക്ക് ഇതേപോലെ ഏത് സാധനമാണ് ലെങ്തായിട്ട് അരിച്ചീനി മരിച്ചീനി എല്ലാം ലെങ്തായിട്ട് അടിക്കാം. ഈ മെഷീന് ഓട്ടോമാറ്റിക്കാണ്. ഫുള്ളി ഓട്ടോമാറ്റിക്. ചീട എന്ന് പറയും കേരളത്തിൽ. ചീട എന്ന് പറയാം, കുളിയടക്ക എന്ന് പറയും. ഓക്കെ. കുളിയടക്ക എന്ന് പറയല്ലേ? മനസ്സിലായി. ചീട, കുളിയടക്ക. ഇത് വന്നിട്ട് ഓട്ടോമാറ്റിക്കാണ്. ഓക്കെ. ഇത് ഒരാൾ പണിക്ക് ഇരുന്നാൽ മതി. ഓക്കെ. മാവ് കുഴച്ചിട്ട് ഇതിനുള്ളിൽ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ നാളത്തെ ഇവിടാന്ന് വന്ന് വിടും. ഈ മെഷീനിൽ 1 മണിക്കൂറിൽ 75 കിലോ അടിക്കാം.
ഓക്കെ. ഒരു മണിക്കൂറിൽ അപ്പോൾ ഇതിനുള്ള ഡൈ വേറെ വേറെ മാറ്റിയിട്ടാൽ മതി. ഇല്ല. ഇത് ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഈ ഡൈ മീൻസ് ഈ റോളറിൽ ഉള്ള ഡിസൈനിലേ പറ്റും. റോളർ മാറ്റിയാലേ വേറെ ഡിസൈൻ കിട്ടും. ആ റോൾ മാറ്റി. ആ അടുത്ത് ഇതാ, ഇത് ബോള മുറുക്ക് എന്ന് പറയും. ഓക്കെ. ഇത് കേരളത്തിൽ റിംഗ് മുറുക്ക്, ആ റിംഗ് മുറുക്ക്, ബോള മുറുക്ക് വേണ്ട. ഇത് ഫുൾ ഓട്ടോമാറ്റിക്കാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഒറ്റ ആളിരുന്നാൽ മതി. ആ ആ ഉള്ളി ഇട്ട് കഴിഞ്ഞാൽ താഴത്ത് വന്നു. ഇവിടെ ഒരു ഡേ വെച്ച് കഴിഞ്ഞാൽ മതി. ഒരു മണിക്കൂറിൽ ഇതിലൊരു 70 കിലോ എടുക്കാം. ഒരു മണിക്കൂറിൽ അപ്പോൾ മോട്ടർ കപ്പാസിറ്റി ഒരു ഹാഫ് എച്ച് പി മോട്ടറിൽ തന്നെ ഈ പറഞ്ഞ ഇത്രയും വലിയ മെഷീൻ. ഇത്ര വലിയ മെഷീൻ ഗിയർ ബോക്സ് ഉണ്ട്. പറ എത്ര കിലോ ഇതിൽ ഈ പ്രൊഡക്ഷൻ കിട്ടും ഇങ്ങനെയുള്ള ഐറ്റം? എത്ര കിലോ മാവ് ഒരു മണിക്കൂറിൽ നമുക്ക് ഇതുപോലെ ഡിസൈനിൽ? 70 കിലോ. 20 കിലോ 20 കിലോ മാവ് ഇതുപോലുള്ള ഡിസൈൻ ഇതൊക്കെ എക്സ്പോർട്ട് ഓപ്പർച്യൂണിറ്റി ഉള്ള ഐറ്റംസ് ഇല്ലേ? ആ എക്സ്പോർട്ട് ചെയ്യാനുണ്ട് നമ്മൾ. അതുപോലെ ലോക്കൽ മാർക്കറ്റിൽ പോകുമല്ലോ. ലോക്കൽ മാർക്കറ്റ് ഇന്ത്യ ഫുള്ളായിട്ടുണ്ട്. ഇന്ത്യ ഫുള്ളായിരിക്കും. ഫുള്ളായിട്ടുണ്ട്, എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് കപ്പ, ഇത് കപ്പ മെഷീൻ അറിയാതെ ആൾക്കാരുടെ സ്പെഷ്യൽ വരി ഇവിടെ വരി. ആ കണ്ടാ ഇതാ കൊള്ളി. കൊള്ളി. ആ യെസ് 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 യെസ്. ഇത് വറുത്ത കൊള്ളി. പച്ചക്കൊള്ളി. അത് തന്നെ വറുത്ത് കഴിഞ്ഞാൽ അറുത്ത് കഴിഞ്ഞാൽ ரொம்ப ടേസ്റ്റ് ആയിരിക്കും. കളിക്കാം. ரொம்ப ടേസ്റ്റ് ആയിരിക്കും. ரொம்ப ടേസ്റ്റ് ആ ആയിരിക്കും. അതിൻ്റെ പിന്നെ സ്ലൈസർ കഴിക്കും. സ്ലൈസർ അങ്ങോട്ട് ഒറ്റ മിഷനിൽ രണ്ട് സ്ലൈസ് റൗണ്ട് ഓവൽ മൂന്നായിട്ട് അടിക്കാം. ഇതിനെല്ലാം ഇപ്പോൾ വലിയ ഡിമാൻഡാണ്. ഇങ്ങനെ ഇതെല്ലാം ഫ്രൈ ചെയ്യുന്ന ടപ്പിയോക്ക ചിപ്സിന് ഭയങ്കര ഡിമാൻഡാണ്. ഭയങ്കര ഡിമാൻഡ്. ഈ മിഷനിൽ മാത്രം ഒരു മണിക്കൂറിൽ 400 കിലോ. വൺ എച്ച് പി മോട്ടർ 1440 RPM. രണ്ട് സൈഡ് ഒറ്റക്കണക്കിന് പണിയാണ്. രണ്ട് ടൈം സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. രണ്ട് സൈഡ് സെറ്റ്. ഇത് ബോള മുറുക്ക് തന്നെ. അത് നമ്മൾ നേരത്തെ കണ്ട മെഷീൻ. കൈ കൊണ്ടെടുക്കും. ഓക്കെ ഓക്കെ ഓക്കെ. കൈ കൊണ്ട് പ്രസ്സിങ് കൊടുക്കണം. കൈ മാനുവൽ കൈ കൊണ്ട് എടുക്കണം, തട്ടണം. അതൊക്കെ ഓട്ടോമാറ്റിക്. ഇത് കൈ കൊണ്ട് എടുക്കണം. ഇത് റിംഗ് മുറുക്ക്. ഇത് 1 day 1000 kg വണ്ടർ മെഷീൻ. 1000 kg എടുക്കാം. 1 day 1000 കിലോ 1 ടൺ. 1000 കിലോ 1 ടൺ എടുക്കാം. ഇത് ഒറ്റ ആൾ മതി. മാവ് വിട്ട് കൊടുത്താൽ മതി, അത് വന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ വന്നു കഴിഞ്ഞാൽ എല്ലാ മെഷീനും കാണാം. ഏത് വേണം ഓടി നോക്കാം. ഓക്കെ. എല്ലാ മെഷീനും നമ്മൾ കമ്പനിയുടെ ഫോൺ നമ്പർ അഡ്രസ് എല്ലാമേ ലാസ്റ്റ് നമുക്ക് നമ്മുടെ വ്യൂവേഴ്സിന് കൊടുക്കാം. കൊടുക്കാം. ഇത് കണ്ട ആ ഫ്രഞ്ച് ഫ്രൈ. ഫ്രഞ്ച് ഫ്രൈ. ആ ഫ്രഞ്ച് ഫ്രൈ വന്ന ഇത് മറ്റേ പൊട്ടറ്റോ ആ ഫ്രഞ്ച് ഫ്രൈ. എല്ലാം എടുക്കാം. ടൈം ആക്കിയാൽ എല്ലാം വരും ഓട്ടോമാറ്റിക്. ഇത് സെഞ്ചറാണ്. സ്ലൈസറാ. ഗാർലിക് ഫീലർ. ഗാർലിക് പീലർ. ആ ഗാർലിക് ഫീലർ കണ്ട ഇതാ നോക്കേ. ഗാർലിക് ഫീലർ മെഷീനിൽ ആ കൈ കൊണ്ട് തുളിക്കണത് മെഷീൻ കൊണ്ട് തുളിക്കണതാണ്. ரொம்ப ബ്യൂട്ടിഫുള്ളായിട്ട് ഫീൽ ആയിരുന്നു. ഒരു ഡാമേജ് ഉണ്ടായില്ല. സൂപ്പർ മെഷീന്. ഒരു ഡാമേജ് എടുക്കാം. ഒരു ഡാമേജ് ഇല്ല. മാനുവൽ വർക്ക് ചെയ്ത് എല്ലാമേ ഡാമേജ് എടുക്കാം. ഡാമേജ് വരും. ഗാർലിക് ഫീലർ ഇതിൻ്റെ
കമ്പ്യൂട്ടർ വർക്ക് മാതിരി ഇருக்கு അതെ തന്നെ. ഇനി ഇത് വന്നിട്ട് പൊട്ടറ്റോ സ്ലൈസർ. സ്ലൈസർ. ഇതിൽ 3 ഐറ്റം എടുക്കാം. ഇത് ലേസ്, ഫിംഗറ്, எல்லாமே சிப்ஸ் பொரிச்சு போடுறாங்க. ഇത് ഓയിൽ ഫ്രൈ ചെയ്ത്. ഇങ്ങനെ വന്നിട്ട് ബനാന ചിപ്സ്, കപ്പ ചിപ്സ്, സ്ലൈസർ. പൊട്ടറ്റോ ചിപ്സ് 3 അടിക്കാം ഈ ഒറ്റ മെഷീൻ. ബനാന, പൊട്ടറ്റോ, കപ്പ വന്നിട്ട് ടപ്പിയോക്ക. 3 അടിക്കാം. ഇത് വെജിറ്റബിൾ കട്ടർ. இந்த മെഷീൻ ഇത് വെജിറ്റബിൾ കട്ടർ മെഷീൻ. ഏത് വെജിറ്റബിൾ കട്ടിങ് മെഷീൻ. ആ ഒരേ ഇരിക്കും. ഓയിൽ ഡ്രൈ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഓയിലിട്ട് വെറുത്തെടുക്കണില്ല, പൊരിച്ചെടുക്കണില്ല, അതിലൊക്കെ ഓയിലുണ്ടാകും. ഇതിലിട്ട് കളഞ്ഞ കറങ്ങിയ ഓയിലൊക്കെ ഓയിൽ ട്രൈ ചെയ്ത് ഒരു 30 സെക്കൻഡ് മതി. 30 സെക്കൻഡ് ഓയിൽ കംപ്ലീറ്റ് ഡ്രൈ. എല്ലാം തെറിച്ച് വന്ന് പൈപ്പിൽ വരും. പൈപ്പ് അത് യൂസ് ആക്കാം. പിന്നെ ഇത് വന്നിട്ട് പൊട്ടറ്റോ പീലാണ്. പൊട്ടറ്റോ പീലർ. ഈ പൊട്ടറ്റോ വന്ന് തോലെടുക്കണില്ല. അത് ഉള്ളിൽ ഒരു 10 കിലോ ഇട്ടിട്ട് വലിയ ഒരു 60 സെക്കൻഡ് ഓടി കഴിഞ്ഞാൽ റോളൊക്കെ കളയും. എല്ലാം പീലിംഗ് എല്ലാം ക്ലിയർ. അതുപോലെ മാവ് നീടാം. വാട്ടർ കപ്പാസിറ്റി ഇത് ചെറിയ മെഷീനാണ്. നമ്മുടെ ഫാക്ടറിയിലുള്ളത് വലിയ മെഷീൻ. ഹോട്ടൽ 15 kg, 20 kg, 25 kg, 30 kg. വാട്ടർ കപ്പാസിറ്റി ഇല്ല, ഡ്രം വോളിയം അത് ഫാക്ടറിയിൽ. നമ്മുടെ ഫാക്ടറി വന്നു കഴിഞ്ഞാൽ എല്ലാ മെഷീൻസും നേർ കണ്ട് സെലക്ട് പണി അവർക്ക് സാറ്റിസ്ഫൈ ഉണ്ടെങ്കിൽ അത് കൊണ്ടുപോകാം. ഇല്ലെങ്കിൽ അവർക്ക് കസ്റ്റമൈസ് ചെയ്യുന്ന മെഷീൻ നിങ്ങൾ കൊടുക്കും. തീർച്ചയായിട്ടും അവർക്ക് എന്താണ് റിക്വയർമെൻറ്റ്, ആ റിക്വയർമെൻറ്റ് മാച്ച് ചെയ്യുന്ന മെഷീൻ നിങ്ങൾ തന്നെ ഡിസൈൻ ചെയ്ത് മാനുഫാക്ചറിംഗ് ടെസ്റ്റ് റൺ ചെയ്ത് അവരുടെ മുമ്പിൽ സാറ്റിസ്ഫാക്ടറി ട്രയൽ റൺ ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് അവർക്ക് മെഷീൻ ഹാൻഡ് ഓവർ ചെയ്യും വിത്ത് വാറണ്ടി. 20 ഇയേഴ്സായിട്ടാണ് ഈ മാനുഫാക്ചറിങ്ങിന്. കേരളത്തിൽ എനിക്ക് ഒരു 500 കസ്റ്റമേഴ്സ് ഉണ്ട്. ഇവരെ ഹീറോ എന്നാ അവർ എൻ്റെ അടുത്ത് വന്ന് ഇതിനെ പോലെ വേണം അതിനെ പോലെ വേണം എന്ന് ചോദിച്ചപ്പോൾ അതൊക്കെ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതായത് കസ്റ്റമൈസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഉണ്ട്. അതാണ്. സോ നോട്ട് എ മാൻ, യു ആർ എ മെഷീൻ. ഓക്കെ. സോ ഇപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇതെല്ലാം കണ്ടിട്ടുണ്ട്, ധാരാളം മെഷീൻസ് കണ്ടിട്ടുണ്ട്. അതിൻ്റെ യൂസസ് നമ്മൾ എല്ലാം ഡിസ്കസ് ചെയ്യുന്നു. അതായത് മൾട്ടിപ്പിൾ മെഷീൻസ്, മൾട്ടിപ്പിൾ യൂസസ്, എൻ നമ്പർ ഓഫ് മെഷീൻസ്, എൻ നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ്. അപ്പോൾ ഇതെല്ലാം കാണുന്ന വ്യൂവേഴ്സിന് താങ്കൾ ഈ മെഷീൻസ് ആവശ്യപ്പെട്ടുകൊണ്ട് കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അവർ എളുപ്പത്തിൽ ഡയറക്റ്റ് 1-to-1 കോൺടാക്ട് എങ്ങനെ പറ്റും? നമ്മുടെ കമ്പനി വന്നിട്ട് കോയമ്പത്തൂർ മെയിൻ ടൗണിലാണുള്ളത്. ഓക്കെ. മെയിൻ ടൗണാണ്. ഔട്ട് മെയിൻ സിറ്റിയാണ്. ഗാന്ധിപുരം. ഗാന്ധിപുരത്തിൽ തന്നെ இருக்கும். ആമാം. റെയിൽവേ സ്റ്റേഷനിൽ 8 കിലോമീറ്റർ. ഓക്കെ. ഗാന്ധിപുരത്തിൽ നിന്ന് 3 കിലോമീറ്റർ. അപ്പോൾ എൻ്റെ നമ്പർ അറിയാം. 9600 297064. ഇതൊരു നമ്പർ. ಇನ್ನೊಂದು ನಂಬರ್ ಇದೆ, ಅದನ್ನು പറയാം. ഓക്കെ. 8122 977 813. ഈ 2 നമ്പർ ഉണ്ട്. ഇതിനെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ സ്ഥലം പറയും, അവർ വരും.
അവർക്ക് എല്ലാം ഇതും കാണാം, അവർക്ക് ഇഷ്ടപ്പെട്ട മെഷീൻ കൊടുക്കുക, അതെല്ലാം ഇത് ചെയ്ത് കൊടുക്കും. സെലക്ട് ചെയ്ത് അവർക്ക് ഒരു റീസണബിൾ റീസണബിൾ കൊടുക്കും. കൊടുക്കും വിത്ത് എക്സ്റ്റൻഡഡ് വാറണ്ടി. സൂപ്പർ. താങ്ക് യു. താങ്ക് യു.